അപ്പോൾ ഇതുവരെ നമ്മൾ പഠിച്ചിട്ടുള്ള ചാപ്റ്റേഴ്സിൽ നിന്നും ഏറ്റവും അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡയഗ്രാംസ് ഏതൊക്കെയാണെന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിൽ മിസ്സുമാർ പറഞ്ഞു തരുന്ന ഒരൊറ്റ ഡയഗ്രാം പോലും നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, മിസ്സാക്കാൻ പാടില്ല. അതിലേറ്റവും കൂടുതൽ എക്സാമിന് ഷുവറായിട്ട് ചോദിക്കും എന്നൊക്കെ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യണം, വേഗം തന്നെ നോട്ടൊക്കെ ചെയ്ത് വെച്ചോളൂ. ഇമ്പോർട്ടൻ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ജസ്റ്റ് സൈഡിൽ അങ്ങനെ മാർക്കൊക്കെ ചെയ്ത് വെച്ചോ. അടിപൊളിയായിട്ട് എന്ത് ചെയ്യണം, സെറ്റായിട്ട് പഠിക്കണം. അപ്പോൾ നമുക്ക് വേഗം തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഇതിൽ നമ്മുടെ ഡയഗ്രാംസ് മാത്രമാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്. നമുക്ക് ഇവിടെ മിസ് നോക്കുന്നത് ആദ്യം തന്നെ നമ്മുടെ കീമോ റിസപ്ഷൻ ഇൻ ഓർഗാനിസം എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അപ്പോൾ ആ ഒരു ചാപ്റ്ററിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ജസ്റ്റ് ഈ ഫസ്റ്റ് തന്നെ നമുക്ക് കൊടുത്തിട്ടുള്ളതാണ്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചോളൂ. അതായത് ഇതിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതെന്താണ്, ടാർഗറ്റ് സെൽസ് ആണ്. ടാർഗറ്റ് സെൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ഹോർമോൺ ആക്ട് ചെയ്യുന്ന സെൽസ്. ദെൻ അതേപോലെ തന്നെ നമ്മുടെ അതിലേക്ക് ഹോർമോൺസ് ആണ് വരുന്നത്. ഇത് നോൺ ടാർഗറ്റ് സെൽസ് ആണ്, കാരണം ഇതിലേക്ക് പോയിട്ട് ഹോർമോൺ ബൈൻഡ് ചെയ്തിട്ടില്ല. ദെൻ ഈ ഹോർമോൺസും അതേപോലെ തന്നെ ടാർഗറ്റ് സെൽസും കൂടെ കൂടി ചേർന്ന് കഴിഞ്ഞാൽ അതെന്താണ്, നമ്മുടെ ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് ആയിട്ട് മാറുന്നു. ഓക്കെ, ഇതൊക്കെ ഓരോന്ന് എന്താണ്, ഹോർമോൺ ആണ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഓക്സിൻ്റെ ഡിസ്കവറി ഒന്ന് നോക്കി വെക്കുക. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ഡയഗ്രാം ഇത് എപ്പോഴും എക്സാമിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. നമ്മുടെ ഓക്സിനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഇതെന്തായാലും എക്സാമിന് ചോദിക്കാൻ സാധ്യത വളരെയധികം കൂടുതലാണ്. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു പിക്ചറൊക്കെ ഒന്ന് എന്ത് ചെയ്യുക, ഒന്ന് ഏതാണ് നമ്മുടെ ഏതാണ് ഗ്ലാൻഡ്, ഇതൊക്കെ ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പഠിച്ചു വെക്കുക. പിന്നെ അതേപോലെ തന്നെ ഈ തൈറോയ്ഡ് ഗ്ലാൻഡിൻ്റെ ഉള്ളിലുള്ള 2 സെൽസുകൾ ഏതൊക്കെയാണെന്നുള്ളത് പഠിച്ചു വെക്കണം. പിന്നെ ഇതാരാണ് മക്കളെ, ഇതിൻ്റെ ഉള്ളിൽ ഇത് മാർക്ക് ചെയ്തിട്ടുള്ളത് ആരാണ്, നമ്മുടെ പാരാതൈറോയ്ഡ് ഗ്ലാൻഡ് എന്നുള്ളത് മനസ്സിലാക്കണം. പിന്നെ അതേപോലെ തന്നെ കാൽസ്യത്തിൻ്റെ അളവ് ക്രമീകരിക്കാനായിട്ടുള്ള ഈ ഒരു ഫ്ലോ ചാർട്ട് ഉണ്ടല്ലോ, അതായത് ഈ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഡയഗ്രാം. അപ്പോൾ ഇതെന്തായാലും പഠിച്ചു വെക്കണം. ഇത് ഷുവർ ക്വസ്റ്റ്യൻ ആണ്, ഉറപ്പാണ് എന്തായാലും വരുന്നുള്ളത്. ഓക്കെ, എപ്പോഴും എക്സാം ചോദിക്കാൻ സാധ്യതയുള്ളതാണ് ഈ ഒരു ഡയഗ്രാം. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഇത് പാൻക്രിയാസ് മറക്കണ്ട, പിക്ചർ കണ്ടിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനൊക്കെ ചിലപ്പോൾ ചോദിച്ചെന്ന് വരാം. അതിനുള്ളിൽ 2 ടൈപ്പ് സെൽസിനെയും ഓർത്ത് വെക്കണം. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഇത് മിസ് പകുതിയാക്കിയിട്ടുള്ളതാണ്. അതായത് നമ്മുടെ ഗ്ലൂക്കോസിൻ്റെ അളവ് കറക്റ്റായിട്ട് റെഗുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള ഒരു ഫ്ലോ ചാർട്ട് ഉണ്ടല്ലോ, അതും എന്തായാലും പഠിച്ചു വെക്കണം കേട്ടോ, വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അതേപോലെ തന്നെ ഈ തപ്പ് പോലെ ഇരിക്കുന്ന ആളെയൊക്കെ ആരാന്നുള്ള അറിയാലോ, നമ്മുടെ അഡ്രിനൽ ഗ്ലാൻഡ്. അതിൻ്റെയും 2 ഭാഗങ്ങൾ ഏതൊക്കെയാണെന്നുള്ള ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് അറിയണം. പിന്നെ അതേപോലെ തന്നെ തലാമസിൻ്റെ അടുത്ത് കാണുന്ന ഒരാളാരാണ്, നമ്മുടെ പീനിയൽ ഗ്ലാൻഡ് എന്നുള്ളത് മാർക്ക് മനസ്സിലാക്കണം. പിന്നെ അതേപോലെ തന്നെ ഇതാരാണ്, നമ്മുടെ ഹൈപ്പോതലാമസിൻ്റെ അടിയിലായിട്ട് കാണുന്ന ആരാണ്, പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. ഓക്കെ, ഹൈപ്പോതലാമസിലെ ഈ ന്യൂറോ സെക്രട്ടറി സെൽസും ഒക്കെ അതൊക്കെ പഠിച്ചു വെക്കണം കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഈ പിക്ചേഴ്സൊക്കെ ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പഠിച്ചു വെക്കുക, അതും ചോദിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ പാത്ത് ഓഫ് എവല്യൂഷൻ്റെ ചാപ്റ്റർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഈ പറയുന്ന നമ്മുടെ ലാമാർക്കിസത്തിൻ്റെ ഈ ഒരു തിയറിയായിട്ട് ബന്ധപ്പെട്ടുള്ള ഈ പിക്ചർ ചിലപ്പോൾ കാണിച്ചു തരാൻ സാധ്യതയുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഫിൻചസ്, അത് ജസ്റ്റ് ഒന്ന് നോക്കി പോവാം. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞില്ലേ നമ്മുടെ എവിഡൻസസ് ഓഫ് എവല്യൂഷനിലാണ് ഈ പറയുന്ന നമ്മുടെ മാൻ, കാറ്റ്, വെയിൽ, ബാറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെയൊക്കെ ഏകദേശം ഉള്ളിലത്തെ ബോണ്ട് സ്ട്രക്ചേഴ്സ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ സിമിലർ ആണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്, അതും ഒന്ന് നോക്കി നോക്കുക. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ഫ്ലോ ചാർട്ടും അതും പലപ്പോഴും എക്സാമിന് ചോദിക്കാറുള്ളതാണ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മുന്നത്തെ ഓണം എക്സാമിൻ്റെ ഒക്കെ പോർഷൻസിൽ വന്നിട്ടുള്ളതാണ്. പക്ഷെ അത് എന്നിരുന്നാലും ആ ഭാഗത്തു നിന്നൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. സോ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, ഇതൊക്കെ ഫസ്റ്റ് 2ാം ചാപ്റ്ററിൽ മിസ് അതിൽ നിന്നൊക്കെ ഇനി ക്വസ്റ്റ്യൻ വരുമോ എന്നൊന്നും നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ ആ ഭാഗത്തു നിന്നൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എന്ത് ചെയ്യേണ്ടത്, നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു മിസ് പഠിപ്പിച്ച് തന്നിട്ടുള്ള ഭാഗത്തു നിന്നും ഏറ്റവും അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡയഗ്രാംസ് എന്ന് പറയുന്നത്. അപ്പോൾ നന്നായിട്ട് സെറ്റായിട്ട് പഠിച്ചു വയ്ക്കുക. എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. അടിപൊളിയായിട്ട് എക്സാം അറ്റൻഡ് ചെയ്യണം. ഹലോ മക്കളെ, അപ്പോൾ നിങ്ങൾ ഓൾറെഡി നമ്മുടെ SSLCയിലുള്ളൊരു ചാപ്റ്ററിൻ്റെ ഡയഗ്രാംസ് ഒക്കെ നോക്കി. ഇനി നമ്മളിത് ബാക്കിയുള്ള 2 ചാപ്റ്റേഴ്സിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡയഗ്രാംസ് ആണ് ഇവിടെ നോക്കാൻ വേണ്ടി പോകുന്നത്. അതായത് ബിഹൈൻഡ് സെൻസസ്, സംവേദനങ്ങൾക്ക് പിന്നിൽ എന്ന് പറയുന്ന ചാപ്റ്ററും അതുപോലെ ഇമ്മ്യൂണിറ്റി ആൻഡ് ഹെൽത്ത് കെയർ എന്ന് പറഞ്ഞ ചാപ്റ്ററും. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ബിഹൈൻഡ് സെൻസസിൽ വരുന്നത് ഈ ഒരു ഡയഗ്രമാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ ഡയഗ്രം ഒക്കെ എങ്ങനെയാണ് ഡയഗ്രമായിട്ട് അടയാളപ്പെടുത്താൻ വരിക? പക്ഷേ ചില സമയത്ത് ഇത് എന്ത് പൊട്ടൻഷ്യലാണെന്നൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു സ്റ്റിമുലൈ വരുന്ന സമയത്ത് അത് റിസെപ്റ്ററാണ് റിസീവ് ചെയ്യുക. അപ്പോൾ ആദ്യം ഉണ്ടാവുന്ന പൊട്ടൻഷ്യലാണ് റിസെപ്റ്റർ പൊട്ടൻഷ്യൽ. അത് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. അതൊരു അളവിൽ കൂടുന്ന സമയത്താണ് അത് എന്തായിട്ട് മാറുന്നത്, നമ്മുടെ ആക്ഷൻ പൊട്ടൻഷ്യലായിട്ട് വരുന്നത്. അപ്പോൾ ആ ഒരു ഭാഗം പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ അടുത്ത നമ്മുടെ ഐൻ്റെ ഈ ഒരു ഡയഗ്രാം, അത് മിസ് എടുത്ത് പറയേണ്ട ഒരു കാര്യമില്ലല്ലോ. കാരണം ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് നമ്മുടെ ഐനെ കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ ലെയേഴ്സ് ഓഫ് ഐ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു സ്പോട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഏറ്റവും കൂടുതൽ നമ്മളുടെ ഫോട്ടോ റിസെപ്റ്റേഴ്സ് ഉള്ള മാക്യുല അല്ലെങ്കിൽ യെല്ലോ സ്പോട്ട് അല്ലെങ്കിൽ പീതബിന്ദു, അതുപോലെ ഒട്ടും ഫോട്ടോ റിസെപ്റ്റേഴ്സ് ഇല്ലാത്ത ബ്ലൈൻഡ് സ്പോട്ട് ശ്രദ്ധിക്കാം. പിന്നെ ഇവിടെ തന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മുടെ
റെറ്റിന എന്ന് പറയുന്ന ലെയറിൽ 3 ലെയേഴ്സ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പിന്നിലായിട്ടാണ് ആര് കാണുന്നത്, റോഡ്സും കോൺസും ഒക്കെ ഉള്ള ഫോട്ടോ റിസെപ്റ്റേഴ്സ്. അതിൻ്റെ മുന്നിലായിട്ട് നമ്മുടെ ബൈപോളാർ സെൽ ലെയർ, അതിൻ്റെ മുന്നിലായിട്ട് അതായത് നമ്മുടെ ഏറ്റവും ഇവിടെയായിട്ട് വരുന്നത് ഏതാണ്, ഗാംഗ്ലിയോണിക് സെൽ ലെയർ ആണ്. ഓക്കെ, പിന്നെ നമ്മുടെ 2 ചേമ്പേഴ്സ് അത് സെപ്പറേറ്റ് തന്നെ മിസ് കാണിച്ചു തരാം. ഇവിടെ നമ്മുടെ ലെൻസ് ഉണ്ട്, ഇത് ലിഗമെന്റ്സ് അല്ലെങ്കിൽ സ്നായുക്കളാണ്, ഇത് നമ്മുടെ സീലിയറി മസിൽസ്, പിന്നെ നടുവിലുള്ള ഈ ഒരു ഓപ്പണിംഗ് പ്യൂപ്പിൾ, ഇങ്ങനെ വരുന്ന ഈ സാധനം ഐറിസ്, ആൻഡ് ഇത് നമ്മുടെ സീലിയറി മസിൽസ്. ഇതാണ് നമ്മുടെ കോർണിയ കേട്ടോ, ഏറ്റവും പുറമേയുള്ള ലെയർ. ഇത്രയും ഭാഗങ്ങൾ എന്തായാലും നോട്ട് ചെയ്ത് വെക്കാം. പിന്നെ 2 ചേമ്പേഴ്സിൽ ലെൻസിൻ്റെയും റെറ്റിനയുടെയും ഇടയിലുള്ളത് വിട്രിയസ് ചേമ്പർ, ലെൻസിൻ്റെയും കോർണിയയുടെയും ഇടയിലുള്ളത് എക്വസ് ചേമ്പർ. ആ ഭാഗത്ത് നിന്ന് ആ ഫ്ലൂയിഡിൻ്റെ ഫംഗ്ഷനും പിന്നെ എക്വസ് ഹ്യൂമറിൻ്റെ അളവ് ഒരു പരിധിയിൽ കൂടിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഗ്ലോക്കോമ, അതായത് റീഅബ്സോർപ്ഷൻ നടന്നിട്ടില്ലെങ്കിൽ ഗ്ലോക്കോമ എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ടാവും. അതും എക്സാമിന് ചോദിക്കാറുണ്ട്. പിന്നെ മക്കളേതാ ഈ ഒരു ഡയഗ്രാം, ഈ ഒരു പിക്ചർ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പിക്ചർ തന്നിട്ട് ഇതിൽ ഏതാണ് നോർമൽ ലൈറ്റിൽ ഉണ്ടാവുന്ന പ്യൂപ്പിളിൻ്റെ സൈസ്, ഏതാണ് ഡിം ലൈറ്റിൽ, ഏതാണ് ബ്രൈറ്റ് ലൈറ്റിൽ, ഇത് എക്സാമിന് ചോദിക്കാറുള്ളത്. അതിൽ ഈ റേഡിയൽ മസിൽസും സർക്കുലർ മസിൽസും എപ്പോഴൊക്കെയാണ് കോൺട്രാക്ട് ചെയ്യുന്നതെന്നും ചോദിക്കാറുണ്ട്. അതേപോലെ തന്നെ വരുന്നൊരു സാധനമാണ് നമ്മളുടെ ആ ഒരു പവർ ഓഫ് അക്കോമഡേഷൻ. അടുത്തുള്ള വസ്തുക്കളെയും ദൂരെയുള്ള വസ്തുക്കളെയും കാണുമ്പോൾ നമ്മുടെ ലെൻസിൻ്റെ കർവേച്ചറിൽ എന്ത് മാറ്റമാണ് ഉണ്ടാവുന്നത്, സ്നായുക്കൾ അല്ലെങ്കിൽ ലിഗമെന്റ്സ് എന്താണ് ചെയ്യുക, സീലിയറി മസിൽസ് എന്താണ് ചെയ്യുക, ഇത് നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. എന്തായാലും നോട്ട് ചെയ്ത് വെക്കാം. പിന്നെ നമ്മൾ വിട്ട് കളയുന്ന ഒരാളാണ് ഈ ഒരു ഡയഗ്രാം, ബൈനോക്കുലർ ഫ്യൂഷൻ്റെ ഡയഗ്രാം ആണ് ഇത്. അപ്പോൾ ഇതിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒപ്റ്റിക് കയാസ്മ അടയാളപ്പെടുത്തിയിട്ടുണ്ട്, അതുപോലെ ഒപ്റ്റിക് നെർവും അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഒരു ഭാഗങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കാം. പിന്നെ ഇത് നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് മിസ്സിന് അറിയില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല എന്നാണെങ്കിൽ നിങ്ങൾ ഇല്ല എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രദ്ധിച്ചിട്ടില്ല എന്ന് പറയണല്ലേ, കമൻറ്റ് സെക്ഷൻ നോക്കുമ്പോൾ എല്ലാവരും വെക്കുന്നത് എന്താ ഇല്ല ഇല്ല ഇല്ല. ഓക്കെ, സോ ഇത് നമ്മുടെ ലോങ് സൈറ്റഡ്നെസ്സിൻ്റെ ഡയഗ്രാം ആണ്. അപ്പോൾ ഇത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് എന്താണ്, നമ്മുടെ ഐബോൾ എന്താവാണ്, ഇങ്ങനെ കുറച്ച് സ്മോൾ ഐബോൾ ആവുന്ന സമയത്താണ് ഈ ഒരു പ്രശ്നം വരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മളൊരു കോൺവെക്സ് ലെൻസ് വെച്ചിട്ടാണ് ഇത് പരിഹരിക്കുക. അപ്പോൾ ഇതിന് നിങ്ങൾക്കിത് എങ്ങനെയാണിത് പരിഹരിക്കുക എന്നുള്ളതിൻ്റെ എക്സാമ്പിൾ മിസ് എങ്ങനെയാണ് പറഞ്ഞത്, നമ്മൾ എങ്ങനെ ആലോചിച്ചാൽ മതി, ഷോർട്ട് കേവ് എന്ന് ആലോചിച്ചാൽ മതി. ഷോർട്ട് കേവ് അതായത് ഷോർട്ട് സൈറ്റഡ്നെസ് വന്നാൽ കോൺകേവ് ലെൻസാണ് നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ ലോങ് സൈറ്റഡ്നെസ് വന്നാലോ കോൺവെക്സ് ലെൻസാണ്. അപ്പോൾ ഈ ഒരു പിക്ചർ മാത്രമാണ് എക്സാമിന് തന്നിട്ടുള്ളത്, പിക്ചറിൽ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ളത്. ഈ പിക്ചർ നോട്ട് ചെയ്ത് വെക്കാം. പിന്നെ നമ്മുടെ ചെവി, ബിഹൈൻഡ് സെൻസസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമുക്ക് ഒത്തിരി ഡയഗ്രാംസ് ഉണ്ട് മക്കളെ. അപ്പോൾ അതിൽ എല്ലാ ഡയഗ്രാംസ് എൻ്റെ കുട്ടികൾ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. അതിൽ ഈ ചെവിയിൽ നിങ്ങൾക്ക് ഈ ഭാഗം മാത്രം തരാം. ഇതിൽ ഏതെങ്കിലും എല്ലാ ഭാഗങ്ങളും അടയാളപ്പെടുത്താൻ പറയില്ല, ഏതെങ്കിലും 1-2 ഭാഗങ്ങൾ അടയാളപ്പെടുത്തി അതിൻ്റെ ഫങ്ഷൻസ് എഴുതാൻ പറയും. അതിൽ തന്നെ മക്കൾ ഇതാ നമ്മുടെ ഈ ഒരു നമ്മുടെ മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പീസ്, ഈ 3 ആൾക്കാരെ സെപ്പറേറ്റ് എടുത്ത് ചോദിക്കാനും ഈ യൂസ്റ്റേഷ്യൻ കനാലിൻ്റെതൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് കേട്ടോ. ഇത് നമ്മുടെ ഇന്നർ ഇയറിൻ്റെ ഡയഗ്രാം ആണ്. ഇത് ഈ തവണ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് മാറിയ സമയത്ത് തന്നിട്ടുണ്ട്. അപ്പോൾ അത് തന്നെ നമുക്കിത് വരാൻ ചാൻസ് ഉള്ളതാണ്. അതിലെല്ലാവരും ശ്രദ്ധിക്കാതെ വിട്ടുപോകുന്ന 2 ആൾക്കാരാണ്. ഒന്ന് നമ്മുടെ റൗണ്ട് വിൻഡോ, മറ്റ് ഓവൽ വിൻഡോ, അതുപോലെ റൗണ്ട് വിൻഡോ. താഴെയുള്ളതാണ് റൗണ്ട് വിൻഡോ കേട്ടോ. ഓക്കെ, പിന്നെ ഇവിടെയൊക്കെ ഏതൊക്കെ ഫ്ലൂയിഡ് ആണ് നിറഞ്ഞിരിക്കുന്നത്, അപ്പർ ആൻഡ് ലോവർ ചേംബറിലെ പെരിലിംഫും മിഡിൽ ചേംബറിൽ എന്താണ് എൻഡോലിംഫും ആണ്. അതേപോലെ തന്നെ നമ്മുടെ കോക്ലിയ ഇങ്ങനെ ചുരുണ്ടിരിക്കുന്നത്, യെസ്, ഓർഗൻ ഓഫ് കോട്ടി ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഓർഗൻ ഓഫ് കോട്ടിനെ നോട്ട് ചെയ്യാം. ഈ ഭാഗങ്ങളൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇത് നിങ്ങളുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ട്. ഈ ഒരു പിക്ചർ നിങ്ങളുടെ പബ്ലിക് എക്സാമിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ട്. അപ്പോൾ ഇവിടെയും ഏത് ഫ്ലൂയിഡാണ്, ഇത് ഏതാണെന്ന് അടയാളപ്പെടുത്താനാണ് ചോദിച്ചിട്ടുള്ളത്. ഇത് അടയാളപ്പെടുത്താനാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഈ ഡയഗ്രാം ഒക്കെ ടെക്സ്റ്റ് ബുക്കിൽ സൈഡിൽ ഇങ്ങനെ ചെറുതാക്കി കൊടുത്തിട്ടേ ഉള്ളൂ, പക്ഷേ എക്സാമിന് ചോദിക്കും. ദെൻ നമ്മുടെ ഇവിടെ നിങ്ങൾക്കറിയാം ഈ സെമി സർക്കുലർ കനാൽ അല്ലെങ്കിൽ അർദ്ധവൃത്താകാര കുഴലുകൾ നിങ്ങൾ എഴുതും. അതിനകത്തുള്ള ഹെയർ സെൽസ് നിങ്ങൾ എഴുതും. ഇവിടെ നമുക്ക് വിട്ടുപോകാൻ ചാൻസ് ഉള്ളതാണ് ഈ യൂട്രിക്കിളും സാക്യൂളും. ഈ ആൾക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും ആദ്യം വരുന്നത് യൂട്രിക്കിൾ, അതിൻ്റെ താഴെയായിട്ടാണ് സാക്യൂൾ വരുന്നത്. പ്രത്യേകം ആലോചിക്കുക കേട്ടോ. യൂട്രിക്കിൾ കഴിഞ്ഞിട്ടാണ് സാക്യൂൾ വരുന്നതെന്ന് ആലോചിക്കുക. ദെൻ ഇത് നമ്മുടെ വെസ്റ്റിബുലാർ നെർവ്, ബോഡി ബാലൻസ് അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന ഇമ്പൾസസ് നമ്മുടെ സെറിബെല്ലത്തിലേക്ക് കൊണ്ടുപോകുന്ന ആളാണ്. പിന്നെ നമ്മുടെ ഓൾഫാക്ടറി നെർവ് ഉണ്ട്, മ്യൂക്കസ് മെംബ്രെയിൻ ഉണ്ട്. ഓക്കെ, പിന്നെ ഇവിടെ ഇത് നിങ്ങളുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലാണോ വേറെ ഏതോ ഒരു ക്വസ്റ്റ്യനിൽ മിസ് ചെയ്തതായിട്ട് എനിക്കൊരു ഓർമ്മയുണ്ട്. അതായത് നമ്മുടെ നാവ്,
പാപ്പില്ല. ഇതെന്താണ്? ടേസ്റ്റ് ബഡാണ്. ഇതൊരു മൊത്തത്തിലുള്ള സ്ട്രക്ചർ ടേസ്റ്റ് ബഡാണ്. ഒരു ടേസ്റ്റ് ബഡിൽ 100ഓളം കീമോ റിസെപ്റ്റേഴ്സ് ഉണ്ടെന്നാണ് പറയാം. സോ ഇതാണ് കീമോ റിസെപ്റ്റേഴ്സ്. ഈ മൊത്തത്തിലുള്ള ഈ ഡയഗ്രാം എന്താണ്? ടേസ്റ്റ് ബഡാണ്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക, മാറിപ്പോവാതിരിക്കുക. ഇവിടെ നമുക്ക് ന്യൂറോൺസ് കാണാൻ വേണ്ടി പറ്റും. ഈ ന്യൂറോൺസിനൊന്നും നമ്മൾ അങ്ങനെ ശ്രദ്ധിക്കാറില്ല അല്ലേ? പക്ഷേ ഈ ഭാഗത്ത് എൻ്റെ മക്കൾ അതെല്ലാം ശ്രദ്ധിച്ചു വെക്കാം. ദെൻ കംസ് നമ്മുടെ ഇമ്മ്യൂണിറ്റിയുടെ ചാപ്റ്ററിൽ നമുക്ക് പ്രൈമറി ഡിഫൻസ് തരുന്നത് ആരൊക്കെ? അത് വേണമെങ്കിൽ ഈ ഒരു ഡയഗ്രാം തന്നിട്ട് നിങ്ങൾക്ക് അതൊരു ടേബിൾ ഫോർമാറ്റിൽ എഴുതാൻ വേണ്ടി പറയാം. അപ്പോൾ ഓരോ ഭാഗത്തും ആരൊക്കെയാണ് ഉള്ളതെന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിച്ചു വെക്കാം. ഓക്കെ, പിന്നെ നമ്മുടേതാ WBCയിലുള്ള നമ്മളുടെ സെക്കൻഡറി ലെവൽ ഡിഫെൻസിന്, ദ്വിതീയ തല പ്രതിരോധത്തിന് നമ്മളെ സഹായിക്കുന്ന ഈ മൾട്ടി ലോബ്ഡ്, ഒന്നിലധികം ഉണ്ടകൾ കണ്ടു കഴിഞ്ഞാൽ, മൾട്ടി ലോബ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആരെ സംശയിക്കണം? ന്യൂട്രോഫിലാണ്. പിന്നെ ബൈ ലോബ്, 2 ഉണ്ടകളാണെന്നുണ്ടെങ്കിൽ അത് ഈസിനോഫിലാണ്. പിന്നെ എസ് ഷേപ്പ് അല്ലെങ്കിൽ നമ്മൾ അതിനെന്താ പറയുക? ബീൻ ഷേപ്പ്, കിഡ്നി ഷേപ്പ് ആണെന്നുണ്ടെങ്കിൽ അത് മോണോസൈറ്റ് ആണ്. പ്രത്യേകിച്ച് ഷേപ്പ് ഒന്നും ഇല്ലാത്തതാണെങ്കിൽ നമ്മുടെ ബേസോഫിലാണ്. അങ്ങനെ നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. പിന്നെ ഈ ഒരു ഡയഗ്രാം ഇത് നിങ്ങളുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ട്. ഓക്കെ, ഇതിലെന്താണ് ഇതെല്ലാം നിങ്ങൾക്ക് അടയാളപ്പെടുത്താൻ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. അപ്പം ഫാഗോസൈറ്റോസിസിൻ്റെ ഈ ഡയഗ്രാം, ഈ സ്റ്റെപ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഓർഡറിൽ എഴുതാൻ വേണ്ടിയിട്ടും ചോദിക്കാം. വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, പിന്നെ അടുത്തതാണ് മക്കളേതാ നമ്മുടെ ഈ ഒരു മൈക്രോ ഓർഗാനിസംസ്. അതായത് ഇവിടെ ബാക്ടീരിയ ഉണ്ട്, വൈറസ് ഉണ്ട്, ഫംഗസ് ഉണ്ട്, പ്ലാസ്മോഡിയം. ഇയാളൊന്ന് നമുക്ക് പെട്ടെന്ന് കണ്ടെങ്കിൽ ഇത് എവിടെയോ കണ്ടുപരിചയമുണ്ട്, പക്ഷെ ഇത് എന്താണെന്ന് ഒരു പിടുത്തവും കിട്ടുന്നില്ല. ആ ഒരു ലെവലിലേക്ക് ആയി പോവരുത്. ദെൻ ഫൈലേറിയൽ മോംസ്. ഓക്കെ, ആൻഡ് ഈ ഇത്രയും ആൾക്കാരെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഒന്ന് ശ്രദ്ധിക്കാനുള്ളത്. പിന്നെ ഹീമോഫീലിയ, സിക്കിൾ സെൽ അനീമിയ ഒക്കെ നിങ്ങൾ കണ്ടാൽ തിരിച്ചറിയുന്ന മിസ്സിന് അറിയാം. അതുകൊണ്ടാണ് മിസ് ഡയഗ്രാം ആയിട്ട് വെക്കാത്തത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എൻ്റെ കുട്ടികളെ ശ്രദ്ധിച്ച് നോക്കുക. കാരണം നമ്മുടെ എക്സാമിന് ചിലപ്പോൾ ഈ വീഡിയോ ഒക്കെ ആയിരിക്കും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമ്മൾ ടെക്സ്റ്റ് ബുക്ക് വായിക്കുന്നുണ്ടെങ്കിലും ഇങ്ങനെ മറിച്ച് പോകുന്നതായിരിക്കും, പക്ഷേ പെട്ടെന്ന് നമ്മുടെ കണ്ണിൽ പെടുന്നത് ഈ ഡയഗ്രാംസ് ഒക്കെ ആയിരിക്കും. അപ്പോൾ ഇത് പ്രത്യേകം തന്നെ എൻ്റെ കുട്ടികളെ ശ്രദ്ധിക്കാം. ഇനി നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മിസ് ഒരു ക്വസ്റ്റ്യൻ കൂടെ തരട്ടെ. അതായത് നമ്മുടെ ഫംഗസ് നമുക്ക് 2 അസുഖങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അല്ലേ? ആ 2 അസുഖങ്ങളിൽ ഏതാണ് നിങ്ങൾ പറയേണ്ടത്? യെസ്, ഫംഗസ് ഉണ്ടാക്കുന്ന 2 അസുഖങ്ങളിൽ ഏതെങ്കിലും ഒരു അസുഖം, അല്ലെങ്കിൽ അത് വേണ്ട, അതെൻ്റെ കുട്ടികൾക്ക് ഇനി ഏതെങ്കിലും ഒന്ന് എഴുതി കഴിഞ്ഞാൽ ഇനി എല്ലാവർക്കും കൺഫ്യൂഷൻ ആവണ്ട. നമ്മുടെ മലേറിയ പരത്തുന്ന വെക്ടർ, മലേറിയ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് എത്തിക്കുന്ന ആ വെക്ടർ ഏതാണ്? അപ്പോൾ മലേറിയ എന്ന് പറയുന്ന ഒരു കോഡ് തന്നെ വെച്ചിട്ട് മിസ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെക്ടറിൻ്റെ പേര് എന്താണെന്നുള്ളത് എൻ്റെ കുട്ടികൾ കമൻറ്റ് ചെയ്യാം. യൂസ്ഫുൾ ആയെങ്കിൽ അറിയിക്കുക മക്കളെ. സോ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. അതുപോലെ നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒത്തിരി വീഡിയോസ് വരുന്നുണ്ട്, അത് കംപ്ലീറ്റ് ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് നോക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു.